ഹലോ എവരിബഡി, രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഖ, പത്തനംതിട്ട ജില്ലയിലാണ്. കൊടുമൺ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് ഓൺലൈൻ സെയിൽ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് കടക്കാം. 2K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ് അനൗൺസ് ചെയ്യാനുണ്ട്. ഒരു 100 പേരും കൂടെ ആയിട്ട് അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും വാച്ച് അവർ വരുന്നതും ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഇത് രണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പ്ലാൻസ് എല്ലാം DTDC ത്രൂ ആണ് അയക്കുക. ആദ്യത്തെ പ്ലാന്റ് ഇതാണ്, റയാൻ ഗോൾഡിൻ്റെ നല്ല ഹാർഡിയായ പ്ലാന്റാണ്. അടുത്തത് പിങ്ക് ക്യാൻഡിയുടെ ഈ പ്ലാന്റാണ്. എല്ലാം ഒരേ സൈസല്ല. ചില പ്ലാന്റ്സുകളൊന്നും അധികം നമ്പറില്ല സെയിലിനായിട്ട്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിങ്ക് ക്യാൻഡിയും ഒരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, ഗ്രീൻ ലെഗസി എന്നും ചിലർ ബ്ലാക്ക് ലെഗസി എന്നും ഒക്കെ പറയുന്നത്. ഈ സൈസുള്ള പ്ലാന്റ്സാണ് എല്ലാം തന്നെ. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഈ 3-4 ഇലകളുള്ള ബോക്സറിൻ്റെ പ്ലാന്റും അതിനടുത്തിരിക്കുന്ന പീക്കോക്കിൻ്റെ പ്ലാന്റും സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഈ പിങ്ക് കളറുള്ള ഈ പ്ലാന്റാണ്, നാരോ ലീഫായിട്ട് വരുന്ന പിങ്ക് കളറാണ്. അതിൻ്റെ ഐഡിയ എന്തുവാണെന്ന് അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യണം. അടുത്തത് ഈ പ്ലാന്റാണ്. ഈ പിങ്ക് വരുന്ന എല്ലാ പ്ലാന്റിൻ്റെയും ഐഡിക്ക് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് ഈ നാരോ ലീഫുള്ള ഈ പ്ലാന്റ്, ഈ അഗ്ലോണിമ, ഇതും ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൽ ഒരു പ്ലാന്റ് പോട്ടിൽ വെച്ചാൽ തന്നെ നല്ല നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഇതാണ്, ഡയമണ്ട് പിങ്കൊന്നും വേറെ ഒരു ബ്യൂട്ടി റെഡ്, ഇങ്ങനെ 2 പേര് വന്ന പ്ലാന്റുകളാണ്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിൻ്റെയും ഐഡിയ അറിയത്തില്ല, നല്ല കളറൊക്കെ ഉണ്ട്. പീക്കോക്ക് ആണോ എന്നൊരു സംശയമുണ്ട്. ഇതും സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഫയർ റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഫയർ റെഡിൻ്റെ 2 സൈസിലെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് 2 പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഫയർ റെഡും നല്ല ഭംഗിയുള്ള റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റാണ്. പീക്കോക്കിൻ്റെ ഈ പ്ലാന്റും ഇപ്പോൾ അവൈലബിൾ ആണ് സെയിലിനായിട്ട്. ഇതിന് കുറച്ച് ഇല മാത്രമായിട്ട് നിൽക്കുന്നത്. ഇവയൊക്കെ തന്നെ മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന, ഒരുപാട് ഷൂട്ടാകുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നവയാണ്. ഇതും പീക്കോക്ക് തന്നെയാണ്, ചെറിയൊരു പ്ലാന്റ്. അതാണ് ഇതിന് 2-3 വലിയ ഇലകളും അല്ലെങ്കിൽ 5 ഇല ഇത്രയായിട്ട് നിൽക്കുന്നത്. അടുത്തത് വൈറ്റ് ലെക്കാച്ചിയുടെ ഈ പ്ലാന്റാണ്. സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ലെക്കാച്ചി നല്ല ഇലകളൊക്കെ വിടർന്നു വരുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല വൈറ്റ് കളറും ഗ്രീൻ ഡോട്ട് പോലെ വരുന്നതാണ്. ഇതിൻ്റെയും സിംഗിൾ ഷൂട്ടിൻ്റെ പ്രൈസാണ് കൊടുത്തത്. 2 ഷൂട്ടുണ്ട് ഈ പോട്ടിൽ. അത് സിംഗിൾ ഷൂട്ടിൻ്റെ വലിയതിൻ്റെ ആണെങ്കിൽ ആ പ്രൈസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് 10 ക്യാരറ്റിൻ്റെ ഒരു മദർ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. 10 ക്യാരറ്റും വലിയ പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റ് പിങ്ക് വെറൈറ്റികളുടെയാണ്. എനിക്ക് ഐഡിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് അറിവുള്ളവർ ഇതിൻ്റെ പേര് ദയവായി കമൻറ്റ് ചെയ്യണം. ഡയമണ്ട് പിങ്ക്, ബ്യൂട്ടി റെഡ്, ഡയമണ്ട് റെഡ്, ഇങ്ങനെ പല ഐഡിയകൾ വരുന്നത് മിക്സപ്പ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ കൺഫ്യൂഷനാണ് ഇതിൻ്റെ പേര്. അടുത്തത് ഈ അഗ്ലോണിമയാണ്. ഇതും സെയിലിനായിട്ടുണ്ട്. അടുത്തത് വിദൂരിയാണ്. വിദൂരിയുടെ ഈ സൈസ് പ്ലാന്റാണ്. എല്ലാം തന്നെ ഇതിലും കുറച്ചുകൂടെ ഇലകളുള്ളവയാണ് മറ്റുള്ളവയെല്ലാം. ഞാനൊരു പ്ലാന്റ് എടുത്തതേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി. അടുത്തത് ഈ സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റാണ്. നല്ല റെഡ് കളറൊക്കെ കയറി വന്ന പ്ലാന്റാണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സ്റ്റാർ ഡസ്റ്റിൻ്റെ ബുഷി പോട്ടും അവൈലബിൾ ആണ്. അടുത്തത് ഈ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റാണ്. സൂപ്പർ വൈറ്റിൻ്റെയും ബുഷി പോട്ട് 2 ഷൂട്ട്സ് അടങ്ങിയ ബുഷി പോട്ട് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് പിങ്ക് ഡാൽമേഷൻ. എപ്പോഴും പിങ്ക് ഡാൽമേഷൻ ഒരു ആൾക്കാർ അന്വേഷിക്കുന്ന എൻക്വയറി ഉള്ള ഒരു പ്ലാന്റാണ്. പിങ്ക് ഡാൽമേഷൻ്റെ മദർ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. അടുത്തത് സൺ റെഡ് എന്ന ഐഡിയിൽ വന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം സ്റ്റാർ ഡസ്റ്റിനോട് സാമ്യങ്ങളുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. സ്റ്റാർ ഡസ്റ്റ് തന്നെയാണോ എന്നും എനിക്ക് അറിയില്ല. ഇതിൻ്റെ കൂടെയുള്ള മറ്റേ പ്ലാന്റിന് സ്റ്റാർ ഡസ്റ്റ് പോലെ കളറുകൾ വന്നു തുടങ്ങിയവയാണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. അടുത്തത് സെൻസ്റ്റാറിൻ്റെ ഈ പ്ലാന്റാണ്. മദർ പ്ലാന്റ് ആയില്ല, അതുകൊണ്ടാണ് അധികം കളറൊന്നും വരാത്തത്.
അടുത്തത് പേൾ ഓഫ് മെലോയുടെ ഈ പ്ലാന്റാണ്. പേൾ ഓഫ് മെലോയും എപ്പോഴും എല്ലാവരും എൻക്വയറി നടത്തുന്ന ഒരു പ്ലാന്റാണ് പേൾ ഓഫ് മെലോ. അടുത്തത് ലിസായുടെ ഈ പ്ലാന്റാണ്. ഗ്രീൻ ലിസായുടെ, ഗ്രീനിൽ വൈറ്റ് ഡോട്ടുകളുള്ളത്. ഇതാദ്യമായിട്ടാണ് ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവരുന്ന ഈ പ്ലാന്റ്. അടുത്തത് ജയ്പോങ് റെഡ് നാരോ, അതിൻ്റെ മദർ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് എല്ലാം തന്നെ. ഓൾമോസ്റ്റ് റെഡ് കളറൊക്കെ കയറി വന്നവയാണ്. ചില പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ അങ്ങും ഇങ്ങുമായിട്ട് ഗ്രീൻ കളറുള്ളത്. ലീഫിൻ്റെ വ്യത്യാസം മാത്രമാണ് രണ്ട് പ്ലാന്റിനും തമ്മിലുള്ളത്. അടുത്തത് പിങ്ക് കളറൊക്കെ വന്ന്, ലിസയിൽ പിങ്ക് കളറൊക്കെ വന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ സുക്സം പിങ്കിൻ്റെ വലിയൊരു മദർ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. നല്ല നിറയെ ഇലകളൊക്കെ ഉള്ള വലിയൊരു പ്ലാന്റാണ് സുക്സം പിങ്കിൻ്റെ ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഈ ചില പ്ലാന്റുകളൊക്കെ ഒരു 1-2 നമ്പറൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഈ വീനസ് റെഡിൻ്റെ ഈ പ്ലാന്റാണ്. ഹെൽത്തി മദർ പ്ലാന്റാണ് ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റും അയക്കുന്നതാണ്. അടുത്തത് ഈ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഈ പ്ലാന്റാണ്. നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് അതും. അടുത്തത് ഈ ഫ്രോസൺ ആണ്. ഈ ഫ്രോസൺ ഇതും മദർ പ്ലാന്റ് തന്നെയാണ്, ചെറിയ പ്ലാന്റ് അല്ല, വലിയ പ്ലാന്റ് തന്നെയാണ് ഫ്രോസൺ. ഇതും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഐസ്ബർഗാണ്. ഐസ്ബർഗിൻ്റെ പ്രൈസ് മാറിപ്പോയതാണ്. 200 റുപ്പീസാണ് ഐസ്ബർഗിന് പ്രൈസ് വരിക. പ്രൈസ് ടൈപ്പ് ചെയ്തപ്പം 350 അങ്ങനെ മാറിപ്പോയതാണ്. അടുത്തത് ഈ കോബ്രയുടെ ഒരു മദർ പ്ലാന്റ് ആണ്. 210 ആണ് കോബ്രയുടെ മദർ പ്ലാന്റിന് പ്രൈസ് വരുന്നത്. എല്ലാത്തിൻ്റെയും തന്നെ എല്ലാത്തിനും കൊറിയർ ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും. പ്ലാന്റ് പ്രൈസ് മാത്രമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഈ ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിന് നല്ല പ്ലാന്റാണ് ഇതും. ഗ്രീനിൽ വൈറ്റ് ഡിസൈൻ വരുന്ന ഒരു പ്ലാന്റാണ്. അടുത്തത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ്. ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെയും മദർ പ്ലാന്റ് എന്ന് പറയാം. അതുപോലുള്ള ഒരു പ്ലാന്റാണ്.